ഗാർഫീൽഡ്, ഗാർഫീൽഡ്, ഗാർഫീൽഡ് ഒന്ന് താഴേക്ക് ഇറങ്ങി വരാമോ? ഇല്ല, എനിക്കിപ്പോ ചാടി ഇറങ്ങി അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലെന്നേ. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഉറങ്ങാ. ആകെ ഒരു മിനിറ്റ് എടുക്കുള്ളൂ ഗാർഫീൽഡ്. ഗാർഫീൽഡ്, അവനെ താഴേക്ക് വരുത്താൻ ഒരൊറ്റ മാർഗേ ഉള്ളൂ. ഞാൻ ലസാനിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ലസാനിയോ? ഇപ്പൊ ജോൺ ലസാനിയ എന്നാണോ പറഞ്ഞത്? എന്നോട് ക്ഷമിക്കടാ, ഞാൻ ലസാനിയുടെ കാര്യം ഒരു നുണ പറഞ്ഞതാ. ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നീ എന്നെ ലസാനിയ എന്ന് പറഞ്ഞ് പറ്റിച്ചത്. എനിക്ക് നിന്റെ ഒരു നല്ല ഫോട്ടോ വേണം. അതൊന്നും എനിക്കിപ്പോ അറിയേണ്ട കാര്യമില്ല. ലസാനിയ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്കിപ്പോ കിട്ടണം. നിന്റെ ഒരു നല്ല ഫോട്ടോ എടുത്തിട്ട് വേണം TV ഷോയിലേക്കുള്ള ഒരു കോൺടെസ്റ്റിലേക്ക് അയക്കാൻ. നിങ്ങളുടെ വീട്ടിൽ പുസിക്കാറ്റ് ഉണ്ടോ, അതോ നിങ്ങളൊരു പുസിക്കാറ്റാണോ? എന്തായാലും ശരി, തീർച്ചയായും നിങ്ങൾക്ക് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ കോൺടെസ്റ്റിലൊക്കെ ജയിച്ചിട്ട് എനിക്ക് എന്ത് കാര്യമുള്ളത്? ഒന്നാം സമ്മാനം 10 ടൺ നാണയങ്ങൾ. അങ്ങനെയാണെങ്കിൽ നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ പറയണം അല്ലേ? നിങ്ങളുടെ അടുത്ത് അഡോറബിൾ കാറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. എങ്കിലേ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ. ഞാൻ ഉടനെ പോയിട്ട് ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കട്ടെ. എന്തുമാത്രം പൈസ കിട്ടുന്നത്. അതുകൊണ്ട് ഒരുപാട് റിബ്സ് വാങ്ങി തിന്നാം. ഹായ് ഓടി. കോൺടെസ്റ്റിൽ പങ്കെടുത്ത് ജയിക്കുന്ന പൂച്ചയ്ക്ക് നല്ല പ്രൈസ് കിട്ടാൻ പോവുക. ആരാ ജയിക്കാന്ന് അറിയാലോ? സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ അല്പം ബിസിയാ. പുസിക്കാറ്റ് കോമ്പറ്റീഷന് ഞാൻ എന്റെ സ്നാപ്പ് അയച്ചു കൊടുക്കാൻ വേണ്ടി പോവാ. ഓ, ഇവനും വന്നു. ഞാനാണ് നിങ്ങളുടെ ഹോസ്റ്റ്, ഹോട്ടസ്റ്റ് ഗൈ വിത്ത് ഹോട്ടസ്റ്റ് നോസ്, റാൻഡം സ്കോപ്പ്. എനിക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ പറ്റുമോ? ചിലപ്പോ നിർമ്മൽ ജയിച്ചെന്ന് വരും. എപ്പോഴും മത്സരങ്ങളിൽ അവനാണല്ലോ ജയിക്കാറ്. ഞാനും ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ആകാംക്ഷയിലാണ്. നമ്മുടെ ഇന്നത്തെ ഷോയിൽ നമുക്കൊരു സംഗീതജ്ഞനെ പരിചയപ്പെടാം. ഇദ്ദേഹം ഒരു ന്യൂ റോക്ക് സ്റ്റാർ ആണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമാണിത്. അദ്ദേഹം ലഞ്ച് ബ്രേക്കിൽ കമ്പോസ് ചെയ്തൊരു ഐറ്റമാണിത്. നിങ്ങൾ എല്ലാവരും ആസ്വദിക്കൂ. നമ്മുടെ ഈ ഷോയിൽ ഒരുപാട് ജോക്സും കോമഡിയും നിറഞ്ഞു നിൽപ്പുണ്ടോ എന്ന ചോദ്യത്തിന് കാർട്ടൂണിസ്റ്റ് ജിം ഡേവിസിന്റെ ഉത്തരം കേൾക്കൂ. നമ്മുടെ സ്റ്റേറ്റിന്റെ ഗവർണർ സീബ്ര കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. ഇനിയും ഒരുപാട് ഷോ നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ. ഇതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും എനിക്ക് തോന്നുന്നേ. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അടുത്തത് എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ഹോണർ ഒരു സർപ്രൈസ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇത് എന്തൊരു എക്സൈറ്റ്മെന്റാ. എന്തായാലും ഈ ഓണർ എനിക്കുള്ള സർപ്രൈസ് തന്നെയാ. ഏറ്റവും പെർഫെക്റ്റ് ആയ പുസിക്കാറ്റിനുള്ള സമ്മാനം പ്രഖ്യാപിക്കാൻ പോകുന്നു. 27 മില്യൺ എൻട്രീസ് വന്നിട്ടുണ്ട്. നമ്മുടെ ജഡ്ജസ് അതെല്ലാം അനലൈസ് ചെയ്ത് അയച്ചിരിക്കുകയാണ്. ഇതാ വരുന്നു നമ്മുടെ ജഡ്ജ് മേരി മൈഗ്രറ്റ് ഫ്ലീൻ. മിസ് ഫ്ലീൻ, ശരിക്കും നിങ്ങൾ ഈ 27 മില്യൺ ഫോട്ടോസും നോക്കിയായിരുന്നു? അതെ, 47 മില്യൺ കാറ്റ്സിന്റെ ഫോട്ടോസ് ആണ് കണ്ടത്. ഫോട്ടോസ് ഓഫ് കാറ്റ്സ്, ബ്ലാക്ക് കാറ്റ്സ്, ബ്രൗൺ കാറ്റ്സ്, വൈറ്റ് കാറ്റ്സ്. 1-2 കാറ്റ്സ് അല്ല, 47 മില്യൺ കാറ്റ്സിന്റെ ഫോട്ടോസ്. ഞാൻ അത്രയ്ക്കൊന്നും ഫോട്ടോസ് കണ്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്ന എല്ലാ സ്ഥലത്തും കാറ്റ്സ് ഉണ്ട്. അവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. എനിക്ക് ചുറ്റും ആയിരക്കണക്കിന് പൂച്ചകളുണ്ട്. എന്റെ ബാഗിനകത്ത് നിന്നും മ്യാവ് മ്യാവ്. ഓ, ഇങ്ങനെ സംസാരിച്ച സമയം കളയാതെ നിർമ്മലിന് അത് കൊടുത്തിട്ട് പോയിക്കൂടെ? നിങ്ങൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതെ അതെ, ഇതിൽ ആ വിന്നറിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇതാ നോക്ക്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണേ. സർപ്രൈസ് ആയി അനൗൺസ് ചെയ്യൂ. കാറ്റ്സ് എല്ലാം എന്റെ പുറകെ വന്നോണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ സമയം എത്തിക്കഴിഞ്ഞു. 10 ടൺ നാണയങ്ങൾക്ക് അർഹനായ വിജയി നിർമ്മൽ. ഗാർഫീൽഡ്. ഗാർഫീൽഡ് കണ്ടോ? അത് പിന്നെ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? അതെ, പോസിറ്റീവ്ലി പുസിക്കാറ്റ് മത്സരത്തിലെ വിന്നർ. ആ പൂച്ചയുടെ പേര് ഗാർഫീൽഡ്. അതിന്റെ ഓണർ മിസ്റ്റർ ജോൺ ആർബക്കിൾ. ഗാർഫീൽഡിന് 10 ടൺ നാണയങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നതാണ്. ഞാനാണ് ഗാർഫീൽഡ്. ഞാൻ ജയിച്ചു കഴിഞ്ഞു. ഞാൻ ജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ ഗാർഫീൽഡ്. നിങ്ങൾക്ക് എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ തെറ്റുപറ്റിപ്പോയി. ആണോ? അത് ശരി, നിങ്ങളാണ് ജഡ്ജ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതിലൊരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. ഗാർഫീൽഡ് അല്ല ഈ കോൺടെസ്റ്റിലെ വിന്നർ. ഈ കോൺടെസ്റ്റിലെ വിന്നർ നിർമ്മലാണ്. ഈ കോൺടെസ്റ്റ് ഒക്കെ വേസ്റ്റാ. ഇതൊക്കെ ഇപ്പൊ പൊളിറ്റിക്സ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ അതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. വേസ്റ്റ്. ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എത്ര വലിയ ആളായേനെ. പ്രധാനപ്പെട്ട അവാർഡ് കിട്ടിയിരുന്നു. എനിക്കറിയാം, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അതല്ലേ പറഞ്ഞത്. റണ്ണറപ്പ് ഗാർഫീൽഡും വിന്നർ നിർമ്മലുമാണ്. ഞാൻ പോയി ഉറങ്ങട്ടെ ഇനിയുള്ള കാലം മുഴുവനും. ഇനിയൊരു പക്ഷേ നിർമ്മൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് അവൻ ഇവിടെ വന്നില്ലെങ്കിൽ, ഗാർഫീൽഡ് ആയിരിക്കും ഈ കോൺടെസ്റ്റിലെ വിന്നർ. നീ കേട്ടില്ല ഓടി?
എനിക്ക് ഇനിയൊരു ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഗവർണർ ത്രോട്ടൽ ബോട്ടത്തിന്റെ സ്പീച്ച് നമുക്ക് കേൾക്കാം. നമ്മളിപ്പോ ചെയ്യേണ്ടത് അവിടെ നിർമ്മൽ എത്താതെ നോക്കേണ്ടതാണ്. അതെങ്ങനെയാ നമ്മൾ ചെയ്യുക? ഫോട്ടോഗ്രാഫർ ടേക്ക് ടോപ്പ് ഗവർണറുടെ വീട്ടിൽ നിന്നും ഈ ഫോട്ടോസ് എടുത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. വ്യത്യസ്തമായ ചിത്രങ്ങൾ കണ്ടില്ലേ? ഞാൻ ശരിക്കും ഷോക്കായി പോയി. എന്ത് പറയണമെന്ന് അറിയില്ല. അതെ അതെ, ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി, ശരിക്കും ഷോക്കായി പോയി. അദ്ദേഹം എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്യണം. ഗവർണർ ഇപ്പോൾ ഒരു പ്രസ് കോൺഫറൻസിലാണ്. അദ്ദേഹം സ്വയം ഡിഫെൻഡ് ചെയ്യുകയാണ്. ഞാൻ ഒരിക്കലും സീബ്ര കോസ്റ്റ്യൂമിന് ഡ്രസ്സപ്പ് ചെയ്തിട്ടില്ല. ഞാൻ അതുപോലൊരു കോസ്റ്റ്യൂം ഇട്ടിട്ടേ ഇല്ല. ഞാൻ ഇനി അതുപോലുള്ള സീബ്ര കോസ്റ്റ്യൂംസ് ഇടുക പോലുമില്ല. അടുത്ത ചോദ്യം. ഗവർണർ, ഞങ്ങൾക്കൊരു റൂമർ വന്നിട്ടുണ്ട്. നിങ്ങൾ കങ്കാരി സൂട്ട് ഇടുന്നതായി ഞങ്ങൾക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. സത്യമാണോ? ഞാൻ ഇട്ടിട്ടുള്ളത് സീബ്ര കോസ്റ്റ്യൂം മാത്രമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ രാജിക്കത്ത് സമർപ്പിച്ചു. നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് നിർമ്മലിന്റെ ഒരു ഫോട്ടോ റെഡിയാക്കണം. അത് കണ്ട് എല്ലാരും വെറുക്കണം. ഇത് വളരെ സിമ്പിളാണ്. നിർമ്മൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അതിനൊന്നും ഒരുപാട് സമയം എടുക്കില്ല. ലേറ്റ് ആവില്ല. നിർമ്മലിനെ കുറിച്ച് എനിക്കറിയാം. അവൻ സ്വയം എന്തെങ്കിലും കോമാളിത്തരം കാണിക്കാതിരിക്കില്ല. ഹായ് ജോർജ്, എന്റെ ഓട്ടോഗ്രാഫ് വേണോ? എന്നാ പിടിച്ചോ. ഇല്ല, ഇതൊന്നും ശരിയായില്ല. ഹായ്, ഞാനാണ് നിർമ്മൽ. ഞാനൊരു കോൺടെസ്റ്റിൽ പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും നല്ല കാറ്റ് ഞാനാണ്. എന്താ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? നിന്നെ കണ്ടിട്ട് എനിക്ക് അത്ര ക്യൂട്ടായിട്ട് തോന്നുന്നില്ല. ഓ, ആ കോൺടെസ്റ്റന്റിന്റെ പ്രൈസ് എന്താണെന്ന് അറിയോ? 10 tons of മണിയാണ്. ആണോ? നിന്നെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇതും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല. നമ്മൾ അവനെ 4 മണിക്കൂറായിട്ട് തുടർന്ന് ഫോളോ ചെയ്യുകയാണ്. അവൻ ഇതുവരെ കോമാളിത്തരം കാണിച്ചിട്ടില്ല. ഇന്ന് പറഞ്ഞുറപ്പിച്ച പോലെ അവനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു. ഒരു കോമാളിത്തരവും ചെയ്തില്ലല്ലോ. എല്ലാം കള്ളം കൊണ്ടുപോയി. ഓടി, അവൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അവനെന്തോ തരികിട ഒപ്പിച്ചിട്ടുണ്ട്. നിർമ്മൽ ആ ബാങ്ക് കൊള്ളയടിച്ചിരിക്കുന്നു. ബാങ്ക് കൊള്ളയടിച്ചെന്നോ? ഏറ്റവും വലിയൊരു കുറ്റമാണത്. ഇപ്പൊ അവന്റെ ഫോട്ടോ എല്ലാം എടുക്കണം. ഇങ്ങോട്ടൊന്നും നോക്കും നിർമ്മൽ. ഗുഡ് വർക്ക് ക്യാറ്റ്. ഈ കൊള്ളക്കാരൻ ബാങ്കിലെ ക്യാഷ് മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ തടഞ്ഞു നിർത്തിയല്ലേ? വളരെ നല്ല കാര്യം. ഞാൻ നമ്മുടെ ഗവർണറോട് പറഞ്ഞ് നിനക്കൊരു മെഡൽ നൽകാനുള്ള ഏർപ്പാട് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എന്താ പോരെ? എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും നിന്റെ ഫോട്ടോ വരുന്നതായിരിക്കും. ഒരു പൂച്ചയും ഒരിക്കലും ചെയ്യാത്ത ഒരു സാഹസമാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് പറയുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ഇപ്പൊ നമ്മുടെ കൈവിട്ടു പോയി. നമുക്കിപ്പോ പോയി കസിൻ കാസലോയെ കാണാം. നിർമ്മലിന്റെ കസിൻ കാസലോ. നിർമ്മലിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാള് കാസലോഗ് മാത്രമാണ്. പക്ഷെ അവൻ നിന്റെ കസിൻ അല്ലേ? നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. മനസ്സിലായല്ലോ, ഞാനാണ് അവനേക്കാൾ സ്മാർട്ട് എന്നറിയാമല്ലോ. ഗാർഫീൽഡ് അവൻ എപ്പോഴും പറയും ഞാൻ നിർമ്മൽ, ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പൂച്ച. ഇങ്ങനെയും പറയും. എനിക്ക് അവനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് എന്തെങ്കിലും നിനക്ക് അറിയാമോ? അതെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതുവരെ ആരും ചെയ്യാത്ത തെറ്റ് അവൻ ചെയ്തിരിക്കുന്നത്. അടുത്തുവാ, രഹസ്യമായിട്ട് ഞാനത് പറഞ്ഞു തരാം. നന്നായി നന്നായി, വെരി ഗുഡ്. അപ്പൊ അവൻ പറഞ്ഞത് ശരിയാണ്. അവനിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാം. ഞാൻ പ്രതീക്ഷിച്ച ഇത് തന്നെയാണ്. നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? ഇത്രയും വൃത്തികെട്ട ഒരു കാര്യം. എപ്പോഴെങ്കിലും സീബ്രയുടെ കോസ്റ്റ്യൂം ഇടുന്നതിൽ എന്താ ഒരു തെറ്റ്? ഇതൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെയാ. എന്താ മനസ്സിലായോ? ഞാൻ പറയുന്നത് കേക്ക്. നമ്മുടെ പോസിറ്റീവ്ലി പുസിക്കാറ്റ് കോമ്പറ്റീഷനിൽ ഒരു ചെറിയ മാറ്റം. ഈ പിക്ചർ കണ്ടോ? നമ്മുടെ വിന്നർ ഒരു സീബ്ര കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത് കണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിക്കും ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതുപോലൊരിക്കൽ ഗവർണറും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്യണം. കുറച്ചു മുമ്പാണ് നിർമ്മൽ രാജിവെച്ച് പോയത്.
വിന്നർ ഓഫ് ദി എന്ത് മത്സരമായിരുന്നു? എന്ത് മത്സരമായിരുന്നാലും ശരി, ഈ മത്സരത്തിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഗാർഫീൽഡ് ആണ്. ഗാർഫീൽഡ്, നിങ്ങളുടെ സമ്മാനം കൈക്കലാക്കൂ. കൺഗ്രാചുലേഷൻ ഗാർഫീൽഡ്, നീ വിജയിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിർമ്മൽ പുറത്തായി. ഞങ്ങൾ നിനക്ക് സമ്മാനമായി നൽകുന്നു 10 ടൺ നാണയങ്ങൾ. വീണ്ടും ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. വിന്നർ കാറ്റ്സിന് വേറെയും ചില സജഷൻസ് ഉണ്ട്. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത കാറ്റ് ഇതാണ്. ദാ അങ്ങോട്ട് നോക്ക്, അടുത്തു വരൂ, ഞാൻ ആ പേര് രഹസ്യമായി പറയാം. അപ്പോ ഗാർഫീൽഡ് റണ്ണർ അപ്പ് അല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്കറിയാമായിരുന്നു. ദാ ഇവനാണിത്. ഇവനാണ് റിയൽ വിന്നർ. ഏറ്റവും ബ്യൂട്ടിഫുൾ കാറ്റ് ഇവൻ തന്നെയാണ്, അല്ലേ? ഇതുപോലെ ഒരു കാറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പ്രൈസ് മണി ഇങ്ങത്താ. എന്ത് പറയാനാ, എല്ലാം കൈവിട്ട് പോയി. ഹായ് നിർമ്മൽ, സോറി, ഞാൻ നിന്നോട് കാണിച്ചത് തെറ്റായി പോയി. അതൊന്നും കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? എന്താ ചോദിച്ചോ? എവിടുന്നാണ് നിനക്ക് ആ സീബ്ര കോസ്റ്റ്യൂംസ് കിട്ടിയതെന്ന് പറയാമോ? അവിടെ ഒരുത്തരുണ്ട്, ഹോങ്കോങ്ങിൽ നിന്ന് വന്നതാ. അവന്റെ അടുത്ത് ഞാൻ ഓർഡർ കൊടുത്തിരുന്നത്. ഏത് തരം കോസ്റ്റ്യൂം ഓർഡർ ചെയ്താലും ഉടൻ തന്നെ കിട്ടും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഏത് ഡിസൈൻ ചോദിച്ചാലും നിനക്ക് കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലസാനിയ. അതെനിക്ക് വേണ്ടി ആരോ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ ഗാർഫീൽഡ്. ഒരുത്തനിതാ എന്റെ വീട്ടിൽ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ഓ ഗാർഫീൽഡ്, നോർമൽ നമ്മുടെ ഒപ്പം സമ്മർ മുഴുവനും കാണും. നല്ല രസമായിരിക്കും അല്ലേ? ഇല്ല, എന്താടാ പറഞ്ഞത്? സമ്മർ സീസൺ മുഴുവനോ? ഞാൻ കുറെ കാലമായിട്ട് ഈ ഐഡിയ ഓർമ്മിച്ച് വെച്ചിരിക്കുകയായിരുന്നു, അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ. നിർമ്മൽ സമ്മർ മുഴുവൻ ഇവിടെ താമസിക്കാന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ടെന്ന് എത്തും പിടിയും കിട്ടുന്നില്ല. നിർമ്മൽ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്താ കഴിക്കുന്നത്? എന്റെ റേസിംഗ് കുക്കീസ് ആണോ? നിനക്ക് കോണ്ടസ്റ്റിൽ പോയി ജയിച്ചൂടെ? കോണ്ടസ്റ്റോ? എന്ത് കോണ്ടസ്റ്റ്? ലോകത്തിലെ ഏറ്റവും സുന്ദര കുട്ടപ്പനായ കാറ്റിനെ കുറിച്ചുള്ള കോണ്ടസ്റ്റ് ആണ്. ആണോ? അത് ഞാനാണ്. അതെന്താ നോട്ടിഫൈ ചെയ്യാത്തത്? എവിടെയാ കോണ്ടസ്റ്റ് നടക്കുന്നത്? അത് ബാക്ക് യാർഡിലാ. വേഗം ചെന്നാൽ നിനക്ക് തന്നെ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രൈസ് കിട്ടും. താങ്ക്സ് ഗാർഫീൽഡ്. 1 മണിക്കൂറിനൊക്കെ ഞാൻ ട്രോഫി വാങ്ങിച്ച് തിരിച്ചു വരും, നോക്കിക്കോ. സന്തോഷമായിട്ടിരിക്കും നിർമ്മൽ. നിന്നെ ഞാൻ ചൈനീസ് ഫുഡിന് വേണ്ടി അയക്കാൻ പോവാ. ശരിക്കും നീ അങ്ങോട്ട് ചെന്ന് ചൈനീസ് ഫുഡ് കഴിക്കേ. അല്ല, ഞാൻ ആ സീലിംഗ് ടൈപ്പ് എവിടെയാ വെച്ചത്? ഒരുപക്ഷെ അത് വീട്ടിനകത്തുണ്ടാകും. അവിടെ തന്നെ ഇരിക്കണേ നിർമ്മൽ. ഓ ശരി, നിനക്ക് പന്തൊക്കെ ഞാൻ എറിഞ്ഞു തരാം ഓടി. പക്ഷെ ഇതെന്താ ഇത് താഴെ വീണോണ്ടിരിക്കണേ? ശരി, തൽക്കാലത്തേക്ക് ഞാനിത് പിടിപ്പിച്ചു തരാം, പക്ഷെ പിന്നീട് ഇത് ശരിയാക്കേണ്ടി വരും. ഓക്കെ, എന്നാ പോയി പിടിച്ചോ ഓടി. എന്താ നിർമ്മൽ, നിനക്ക് ഇതിനകത്ത് കയറിയപ്പോ വെയിറ്റ് കൂടിയോ? അവിടെ ചെന്നിട്ടൊരു പോസ്റ്റ് കാർഡ് അയക്കാൻ മറക്കല്ലേ. നീ എന്നെ വെച്ച് കോമഡി ഷോ കളിക്കാനല്ലേ അല്ലേ ഓടി? എനിക്ക് എന്റെ ഉച്ച ഉറക്കത്തിനുള്ള സമയമായെന്നാ തോന്നുന്നത്. ഗാർഫീൽഡ്, നീ ഓടി എവിടെയെങ്കിലും കണ്ടോ? ഞാൻ കുറച്ചു മുമ്പേ അവൻ ടോയ്ലറ്റ് നിൽക്കുന്നത് കണ്ടതായിരുന്നല്ലോ. അവന്റെ വാല അനങ്ങുന്നതും കണ്ടു. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ, അവനെ കാണുന്നില്ലെന്നേ. ഞാൻ ഈ പന്ത് പുറകുവശത്തേക്ക് എറിഞ്ഞപ്പോ അതിന്റെ പുറകെ അവൻ എടുത്തു ചാടി ഓടിയതാണ്. സാരമില്ല, അവൻ തിരിച്ചു വരുമായിരിക്കും. ബാക്ക് ഡോറോ? അപ്പൊ അതുകൊണ്ടായിരുന്നു പാഴ്സൽ അത്ര ഹെവി ആയിരുന്നത്. നിക്ക്, അതിൽ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനെ ഞാൻ ചൈനയ്ക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഓടി. യെസ് മിസ് ബെല്ല, ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഷാങ്കായിൽ വന്നെത്തും. ഉറപ്പായും എത്തും. ഗോൾഡൻ കാറ്റുമായി ഞാൻ എത്തും. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പൊ എത്രയും പെട്ടെന്ന് ആ ബോക്സ് കണ്ടുപിടിക്കണം. നിർമ്മല ഓടിയുള്ള ആ ബോക്സ്. എന്തൊരു കഷ്ട. ഓടി, നിർമ്മൽ നിങ്ങൾ എവിടെയാണ്? ഇവിടെ എന്ന് വെച്ചാ എവിടെയാ? ഇതിനകത്തില്ലല്ലോ. ഇതിലും ഇല്ല, ഇതിലും ഇല്ലല്ലോ. പക്ഷെ കുക്കീസ് ഉണ്ടല്ലോ. ചേടാ, ഞാനിപ്പോ ഇതിനകത്ത് കുടുങ്ങിയെന്നാ തോന്നുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇല്ല 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 ഇല്ല, എനിക്ക് അങ്ങനെ പറന്നു പോകാൻ പറ്റില്ല. എനിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല. എനിക്ക് അങ്ങനെ പറന്നു പോകാൻ പറ്റില്ല. ഗാർഫീൽഡ്, ഓടി. ഇവിടെ ആരും ഇല്ലേ? ഓ, ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാം. എനിക്ക് നിന്നെ കണ്ടൊരു സന്തോഷമുണ്ട്, പക്ഷെ നിന്നെ കണ്ടതിൽ തീരെയില്ല. നീ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഗാർഫീൽഡ്. നീ ഒന്നും പറയേണ്ട കാര്യമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ എന്നെ അബുദാബിയിലേക്ക് പറഞ്ഞാക്കി നോക്കിയതാണോ? ഓ ഇല്ല ഇല്ല നിർമ്മൽ, ഞാൻ ആ ചിന്തകളൊക്കെ കൈവിട്ട് കളഞ്ഞു. നമ്മളിപ്പോ പോകുന്നത് ചൈനയിലേക്കാ. ഓ അതേതായാലും കൊള്ളാം. ചൈനയോ? എന്ത് ചൈനയോ? ഗാർഫീൽഡ്, ഓടി. ഇവരിത് എവിടെയാ? ഹേയ് സുഹൃത്തുക്കളെ, എഴുന്നേക്ക്, നമ്മൾ എത്തി. നിർമ്മല എവിടെ പോയി? എനിക്കറിയാം ഇത് നിർമ്മല അല്ല, പക്ഷെ ഇതിനെ കാണാൻ അവനേക്കാളും നല്ല രസമുണ്ട്. നിർമ്മൽ, എഴുന്നേക്ക്. കണ്ടില്ലേ, കൂർക്ക മരിച്ചു കിടന്ന് ഉറങ്ങുന്നത്. കൊള്ളാം, നമ്മൾ എത്തിക്കഴിഞ്ഞു. വെൽക്കം ടു ചൈന. ഹേയ്, നിങ്ങളെ പോലുള്ള മൃഗങ്ങളെ ഈ എയർപോർട്ടിൽ അനുവദിക്കില്ല. കമോണോടി, നിർമ്മലിനെ കൂട്ടിക്കൊണ്ട് എസ്കേപ്പ് ആകണം, അത് എത്രയും പെട്ടെന്ന്. ഹേ അല്ലല്ല, ഈ ബോക്സ് ആണെന്ന് എനിക്കറിയാം. ആരെങ്കിലും ആ പൂച്ചയെ പിടിക്കേ, ആ കാറ്റിനെയും ഡോഗിനെയും പിടിക്കേ. എക്സ്ക്യൂസ് മീ, ആ കാറ്റും ഡോഗിയും അവരിവിടെ രക്ഷപ്പെട്ടു പോയി. ആ കാറ്റും ഡോഗിയും ഒരു ബോക്സ് തലയിൽ വെച്ചാ ഓടിയത്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നോ? ഓക്കെ സ്ലീപ്പിംഗ് ബ്യൂട്ടി, ഇനിയെങ്കിലും എഴുന്നേൽക്ക്. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ പെട്ടി മാറി ഓടി. ഇത് ആകെ കുളമായി പോയല്ലോ. വീട്ടിൽ നിന്ന് 10,000 മൈൽ അകലെ. നമുക്ക് ആഹാരമില്ല, നമ്മൾ എവിടെയാണെന്ന് ജോണിന് അറിയേയില്ല. കഴിക്കാൻ ആഹാരമില്ല. ആഹാരം കിട്ടിയില്ലെങ്കിൽ എന്റെ കൺട്രോൾ പോകും. ഇപ്പൊ എന്താ ചെയ്യാ? നിർമ്മലും നമ്മുടെ കൈവിട്ടു പോയി. ഒരു കാര്യം ചെയ്യാം, ഈ പ്രതിമ വിറ്റിട്ട് നമുക്ക് ലസാനിയ വാങ്ങിച്ച് കഴിക്കാം. ഇവിടെ ലസാനിയൊക്കെ കിട്ടുമെന്നാ തോന്നുന്നത്. ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയേണ്ടി വരുമോന്നാ എന്റെ സംശയം. എത്ര ലേറ്റ് ആയിട്ടാ നീ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ബെല്ല. ഫ്രഷ് ആയിട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന്. ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ കാറ്റ് സ്റ്റാച്ചു ഞാൻ വലിയ വിലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്.
ഇത് കണ്ടിട്ട് ഗോൾഡൻ കാറ്റിനെ പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാച്ചു പോലുമല്ല. എവിടെയാണ് എന്റെ ഗോൾഡൻ കാറ്റ്? എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടി ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ സ്റ്റാച്ചുവിനെ തിരയുന്നേ? എയർപോർട്ടിൽ വെച്ച് പെട്ടി മാറിപ്പോയെന്നാ തോന്നുന്നത്. എനിക്ക് നിന്റെ വിശദീകരണം ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് നിനക്കറിയാലോ. പൂച്ചകൾ മാന്തിയ എന്റെ കാര്യം പോക്ക. വേഗം സ്റ്റാച്ചു കൊണ്ടുവാ. കൊണ്ടുവരാ. ഇങ്ങനെ പോയാ എന്റെ ചെവി പൊട്ടിത്തെറിക്കുന്ന ആ കാറ്റിന് എന്തോ വലിയൊരു രഹസ്യം അറിയാമെന്നാ എനിക്ക് തോന്നുന്നേ. സയാം ടയാം വന്നിരിക്കുന്ന പുതിയ ഫ്രണ്ടിന്റെ കൂടെ നിങ്ങൾ പോയി കളിക്കി. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാ. നീ ഇവിടെ ഒരുപാട് കാലായില്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ നിനക്ക്. എന്റെ ജോലികളൊക്കെ ഞാൻ ചെയ്തു തീർത്തു അങ്കിൾ. റെസ്റ്റ് എടുത്താലും നിങ്ങൾ നിങ്ങളുടെ ജോലി പെട്ടെന്ന് തീർക്കുമല്ലോ. എന്റെ സഹായം അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, വിശപ്പോടെ ആര് വന്നാലും അവരെ നന്നായി ശ്രദ്ധിക്കണം. ദേവി, ഇത് നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ. മൃഗങ്ങൾ ഇവിടെ വരുന്നത് അങ്കിളിന് തീരെ ഇഷ്ടമല്ല. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്റെ അങ്കിള് കണ്ട എന്റെ ജോലി പോകും, അത് ഉറപ്പാ. വേഗം ഇവിടുന്ന് പോ. മിണ്ടായിരിക്കോടി, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. 1685. നിങ്ങൾക്ക് ചൈനീസ് നൂഡിൽസ് ശരിക്കും ഇഷ്ടമായല്ലേ? നിങ്ങൾക്കറിയോ, പാസ്ത ചൈനയിലാ കണ്ടുപിടിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ റൈസ് കഴിക്കുമെന്ന്, എന്നിട്ട് കുങ്ഫു പ്രാക്ടീസ് ചെയ്യുമെന്ന്. ഇതാണോ നീ പറഞ്ഞ കുംഫു? ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ? ഈ സ്ട്രീറ്റിലൊരു നല്ല കടയുണ്ട്, അവിടെ എല്ലാം കഴിക്കാൻ കിട്ടും. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം. അതേതായാലും നല്ല ഐഡിയ. പക്ഷെ എന്റെ കയ്യിൽ കാശ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ക്ഷമിക്കണം. വാവൂ, ഇത് നല്ല വിലയുള്ളതാണല്ലോ. നിങ്ങൾക്കിത് വിൽക്കണോ? അതാണോ നിങ്ങളുടെ പ്ലാൻ? ഇവിടെ അടുത്ത് പുരാവസ്തുക്കൾ വാങ്ങുന്ന ഒരു കടയുണ്ട്, അവിടെ നിങ്ങൾക്ക് നല്ല വില കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വിശപ്പുള്ളപ്പോൾ നിർമ്മലിനെ കുറിച്ച് ആലോചിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആദ്യം നമുക്ക് ആഹാരമാണ് ആവശ്യം, പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ.